يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ ആമിനു ബില്ലാഹ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക വറസൂലി അവന്റെ ദൂതനിൽ വിശ്വസിക്കുക വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി അല്ലാഹുവിന്റെ ദൂതന്റെ മേൽ അല്പാൽപമായി അവതരിപ്പിച്ച ഈ വിശുദ്ധ ഗ്രന്ഥത്തിലും വിശ്വസിക്കുക വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ ഇതിനു മുമ്പ് പടച്ചവൻ ഇറക്കിയ വേദങ്ങളിലും വിശ്വസിക്കുക വമൻ യക്ഫുർ ബില്ലാഹ് ആരെങ്കിലും അല്ലാഹുവിനെ നിഷേധിച്ചാൽ വമലായികതി അവന്റെ മാലാഖമാരെ നിഷേധിച്ചാൽ വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ പടച്ചവന്റെ ഗ്രന്ഥങ്ങളെയും ദൂതന്മാരെയും പരലോകത്തെയും നിഷേധിച്ചാൽ ഫഖദ് ضل ضلالا بعيدا അവൻ വളരെ വിദൂരമായ നിലയിൽ വഴികെട്ടിരിക്കുന്നു. ഈ സൂറത്തിന്റെ അന്ത്യഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. സൂറത്തിന്റെ ആദ്യം മുതൽ ഇവിടം വരെയും വൈവാഹിക കുടുംബ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും തൊട്ടുമുമ്പുള്ള ആയത്തിൽ വളരെ ഗൌരവമായ ഉപദേശം നൽകി. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ന്യായമായും ഒരു സംശയം വരും. ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. പക്ഷേ ഇത് ഉൾക്കൊള്ളാനുള്ള എളുപ്പമാർഗം എന്താണ്, വഴി എന്താണ്? അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആള് പ്രസംഗിക്കും, കേൾക്കുന്ന ആള് കേൾക്കും. രണ്ടു കൂട്ടം ആൾക്കാർ, ഒരാൾ വലത്തോട്ടും ഒരാൾ ഇടത്തോട്ട് പോകും. ഉപദേശം ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എന്താണ് വഴി? അള്ളാഹു വളരെ പ്രധാനപ്പെട്ട വഴി പറയുന്നു. ഈമാൻ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും. യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബ്. നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകരിൽ വിശ്വസിക്കുക, വിശുദ്ധ വേദത്തിൽ വിശ്വസിക്കുക. കുളിച്ചു കഴിഞ്ഞവരെ കുളിക്കുക എന്നാരെങ്കിലും പറയൂ? ആഹാരം കഴിച്ചവരെ കഴിക്കുക. സത്യവിശ്വാസം സ്വീകരിച്ചവരെ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുക. ഖുർആൻ പറയുന്നു നിങ്ങൾ എല്ലാവരും സത്യവിശ്വാസികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഖുർആനിന്റെ ശീതള ഛായയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് സഹാബാക്കളുടെ ഈമാനിലേക്ക് നിങ്ങൾ പോകുന്നു. മൗജൂദായ ഉള്ള ഈമാനിൽ നിന്നും മത്ലൂബ് ആവശ്യമായ ഈമാനിലേക്ക് പോകുന്നു. നിങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് വേണ്ടതുപോലെ കഴിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നു. ഒരു വ്യക്തിയുടെ കയ്യിൽ കുറഞ്ഞ വെള്ളമിരിക്കുന്നു. ഞാൻ വെള്ളമുള്ള വ്യക്തിയെന്ന് പറയുന്നു. കാര്യം ശരി തന്നെയാണ്. പക്ഷെ ആ വെള്ളം കൊണ്ട് ഒരു ഇറക്ക് ദാഹം ശമിപ്പിക്കാൻ പോലും സാധിക്കുകയില്ല. കുളിക്കുകയും ഒതു ചെയ്യുകയും ചെയ്യുന്ന കാര്യം ഇരിക്കട്ടെ. ഒരാളുടെ പോക്കറ്റിൽ 50 പൈസയുണ്ട്. ഞാൻ പണക്കാരെന്ന് പറയുന്നു. കാര്യം ശരി തന്നെയാണ്. ഒരു ചായ പോലും കുടിക്കാൻ പറ്റുകയില്ല. നിങ്ങളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. സത്യം, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ നിങ്ങളുടെ ഈമാനിന്റെ അവസ്ഥ ഉയർത്തണം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സഹാബത്തിലേക്ക് മടങ്ങണം. ആമിനു കമാ ആമനൻ നാസ്. ഈ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹ്. വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. പടച്ചവന്റെ ദാത്തിലും സിഫാത്തിലുമുള്ള ഉറപ്പ്
നിങ്ങൾ മനസ്സിൽ ശക്തമാക്കി. നിങ്ങൾ ക്രയവിക്രയങ്ങളിലാണ്, കളിയിലും തമാശയിലുമാണ്, കോടതിയിലും കച്ചേരിയിലുമാണ്. നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റി പൂർണ്ണമായ വിശ്വാസം വേണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ്, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അകപ്പെടുന്നു. ഈ സമയത്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനുള്ള വിശ്വാസം രൂഢമൂലമായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി. ചില സഹോദരങ്ങൾ വഴക്കുണ്ടാക്കും. പടച്ചവനെ പേടിക്കുക എന്ന് പറയുമ്പോൾ പടച്ചവനെ പറ്റിയൊന്നും പേടിപ്പിക്കേണ്ട, എന്റെ കയ്യിൽ പേടിയുണ്ട്. ഇല്ല സഹോദര, ആ പേടി വേണ്ടതുപോലെ വേണം. എന്നാൽ നിങ്ങളുടെ വാചകങ്ങളിൽ സൂക്ഷ്മത വരും, ജീവിതത്തിൽ ശ്രദ്ധ വരും. ആമിനൂ ബില്ലാഹി വറസൂലി. 2, പ്രവാചകനിൽ വിശ്വാസം നിങ്ങൾ ശരിയാക്കി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ശരിയാക്കി. ആരാധനക്കർഹൻ അള്ളാഹു മാത്രം. അള്ളാഹുവിനെ ആരാധിക്കേണ്ട മാർഗം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു. ഞാൻ ഏതെല്ലാം മാർഗത്തിൽ, പ്രവാചകനെതിരായ ഏത് മാർഗത്തിൽ പോയാലും അപകടമാണ്. എനിക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വഴികാട്ടിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി والكتاب الذي أنزل من قبل. ഈ ഖുർആനിലും അതുപോലെ ഇതിനു മുമ്പുള്ള മുഴുവൻ വേദങ്ങളിലും വിശ്വസിക്കുന്നു. മുഴുവൻ വേദങ്ങളിലും വിശ്വസിക്കാനുള്ള വഴി 1, പരിശുദ്ധ ഖുർആൻ പഠിക്കൽ. അതിൽ തന്നെ മുഴുവൻ വേദങ്ങളുടെയും സമാഹാരമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദർശനം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുഹഫ്, മുഴുവൻ കാര്യങ്ങളുടെ സമാഹാരം പരിശുദ്ധ ഖുർആൻ. 2, ഖുർആന്റെ വെളിച്ചത്തിൽ നിങ്ങൾ മറ്റ് വേദങ്ങൾ പഠിക്കുന്നു. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ എന്നല്ല ഈ പറയപ്പെട്ട 4 കാര്യത്തിന്റെയും അടിസ്ഥാനം പരിശുദ്ധ ഖുർആൻ പഠനമാണ്. അള്ളാഹു ഈ ഖുർആൻ ക്ലാസിന്റെ മഹത്വം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വീടുകളിലേക്കും കമ്പോളങ്ങളിലേക്കും നമ്മളുടെ സ്ഥലങ്ങളിലേക്കും ഖുർആന്റെ ക്ലാസുകൾ വ്യാപിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കയിൽ അവതരിച്ച സൂറത്തുകൾ നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. മദീനയിൽ അവതരിച്ച സൂറത്തുകൾ നിങ്ങൾ പഠിക്കും, പ്രവാചകനുമായിട്ടുള്ള ബന്ധം ശരിയാകും. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കും, മറ്റ് വേദങ്ങളുടെയും സാരാംശം നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തൊരു സഹോദരൻ ഉംറയ്ക്ക് പോയി എന്തെങ്കിലും ഉപദേശം തരണം. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മക്ക മുക്കറമയിൽ വെച്ച് ഹറമിൽ പോകണം, ഖുർആനിന്റെ തർജുമ ആവശ്യത്തിന് ഇരിപ്പുണ്ട്, എടുക്കണം. സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ് എന്നിങ്ങനെ മക്കയിൽ അവതരിച്ച സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. മദീനയിൽ പോയിട്ട് നിങ്ങൾ സൂറത്തുൽ നിസാ, സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ ഹുജറാത്ത് ഇങ്ങനെ മദീനയിൽ അവതരിച്ച സൂറത്തുകൾ നിങ്ങൾ വായിക്കണം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇയാളാ പറഞ്ഞത് ഭയങ്കര ഗുണമായിരുന്നു കേട്ടോ. അള്ളാഹു എന്നോട് പടച്ചവനെ പറ്റി മക്കയിൽ കഅബ ശരീഫിന്റെ മുറ്റത്ത് സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അള്ളാഹു മദീനയിൽ വെച്ച് പ്രവാചകന്റെ അരികിൽ വെച്ച് പ്രവാചകനെ പറ്റി എന്നോട് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഖുർആൻ പഠനം വ്യാപകമാക്കി. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലി എന്ന് മാത്രമല്ല, ഖുർആൻ അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നീയത്തിൽ പാരായണം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അതുപോലെ ഖുർആനുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമെന്ന നീയത്തിൽ ഖുർആൻ പാരായണം ചെയ്യും. ഈമാനിന്റെ ആന്തോളനങ്ങൾ മനസ്സിലാക്കാൻ അനുഭവപ്പെടും. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ. ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ നസ്സല അല്പാൽപമായി ഇറക്കി, മറ്റു വേദങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അൻസല ഒറ്റയടിക്ക് ഇറക്കി. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസം ശരിയാക്കുന്നു, വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കുന്നു.
വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൽ, മരണം വരെയും ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് പരിശ്രമിക്കൽ. അള്ളാഹു അവസാനം മരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് കേട്ടുകൊണ്ട് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തിരിച്ചു പറയുന്നു എന്നിട്ട് മറിച്ച അർത്ഥം മനസ്സിലാക്കാനും കൂടി. وَمَن يَكْفُرْ بِاللَّهِ وَمَلَائِكَتِهِ وَكُتُبِهِ وَرُسُلِهِ وَالْيَوْمِ الْآخِرِ ആരെങ്കിലും ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമായ പടച്ചവനെ നിഷേധിച്ചാൽ, വമലായികതി ആ പടച്ചവന്റെ പ്രകാശം കൊണ്ടുള്ള പടപ്പുകളായ മാലാഖമാരെ നിഷേധിച്ചാൽ, വകുതുബിഹി പടച്ചവന്റെ വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ചാൽ, വറുസുലിഹി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ കൈപിടിച്ച് നടത്താൻ വേണ്ടി പടച്ചവൻ അയച്ച ദൂതന്മാരെ നിഷേധിച്ചാൽ, വൽയൗമിൽ ആഖിർ ഈ വിശ്വാസത്തിന്റെ എല്ലാം പരിണിത ഫലങ്ങൾ പ്രകടമാകുന്ന അന്ത്യദിനത്തെയും പരലോകത്തെയും നിഷേധിച്ചാൽ, ഫഖദ് ضل ضلالا بعيدا അവൻ വളരെ വിദൂരമായ വഴികെട്ടിരിക്കുന്നു. വഴികേട് രണ്ടു തരമുണ്ട്. ഒന്ന്, ഞാൻ ഇവിടുത്തെ വഴിയിലേക്ക് ഇറങ്ങിയതിനെ തെറ്റി നിങ്ങൾ ആരെങ്കിലും കയ്യിൽ കയറി പിടിച്ചു, തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേറെ ഒന്ന്, കുറെ ദൂരം വഴിമാറിപ്പോയി, രാത്രിയുടെ ഇരുളിൽപ്പെട്ടു, അല്ലെങ്കിൽ അപകടത്തിൽ അകപ്പെട്ടു, എങ്ങനെ മടങ്ങി വരാൻ പറ്റും? ഫഖദ് ضل ضلالا بعيدا അവൻ വളരെ വിദൂരമായ വഴികെട്ടിരിക്കുന്നു. ഒന്നിത് മേൽ പറയപ്പെട്ട കാര്യങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ വലിയ വഴികേട്. തിരിച്ചു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിച്ചു, അവന് നെഞ്ച് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നു, അല്ലാഹുവിന്റെ മാലാഖമാരിൽ വിശ്വസിക്കുന്നു, മലക്കുകളുടെ സാമീപ്യത്തെ കൊതിക്കുന്നു, പടച്ചവന്റെ വേദങ്ങളിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുന്നു, ഖുർആൻ ആനന്ദമാക്കുന്നു, പ്രവാചകന്മാരുമായി ബന്ധപ്പെടുന്നു, അവരുടെ നായകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ വസന്തമാക്കുന്നു, പരലോകത്തെ എപ്പോഴും ധ്യാനിക്കുന്നു. എന്റെ ഇന്നത്തെ അവസ്ഥ അള്ളാഹു നന്നാക്കട്ടെ, പക്ഷെ എന്റെ നാളത്തെ അവസ്ഥ നന്നാകണം. ഞാൻ മരണത്തിലേക്ക് നീങ്ങുന്ന സമയം, ഖബറിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയം, ബാഹ്യമായ കണ്ണുകളെല്ലാം അടഞ്ഞ് യഥാർത്ഥ കണ്ണ് തുറക്കുന്ന ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം, ഇതിൽ ഞാൻ രക്ഷപ്പെടണമെന്ന് പരലോകത്തെ ആര് ധ്യാനിച്ച് ഓർത്ത് ജീവിക്കുന്നോ അവൻ വലിയ സന്മാർഗത്തിലാണ്. ഇടയ്ക്ക് പെട്ടെന്നൊക്കെ ഒന്ന് തെറ്റും, പക്ഷേ വിശ്വാസം അവനെ തിരിച്ചുവിടും, വിശ്വാസം അവനെ നേരെയാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൽ വിശ്വാസം വർദ്ധിപ്പിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി. അല്ലാഹുവിനോട് വിശ്വാസം പുതുക്കിൻ, ആ വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരിക്കലും അതിൽ സമാധാനപ്പെട്ടിരിക്കാതിരിക്കൽ. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഒരിക്കലും സമാധാനപ്പെടുകയില്ല, ജാഗ്രത കാണിക്കും. ഇതുപോലെ ഈമാന്റെ വിഷയത്തിന് ജാഗ്രത കാണിക്കൽ, പ്രവാചകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കൽ, അതിലൊരിക്കലും സംതൃപ്തമായി കഴിയാതെ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ അതിന്റെ വഴിയാണ് ഖുർആനുമായി ബന്ധപ്പെടൽ. ദിവസവും ഒരൽപ്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യൽ, ഖുർആനിന്റെ തണലിൽ അല്പനേരമെങ്കിലും ഇരിക്കൽ. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.